ഇപ്പം സോഷ്യൽ മീഡിയ മുഴുവൻ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ എന്ന പാട്ടും പാട്ടിൻ്റെ വിശകലനങ്ങളും പാട്ടിനെക്കുറിച്ചുള്ള ചർച്ചകളും മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും ചർച്ച കൊണ്ട് ഒരു കളിയാണ്. കേരള രാഷ്ട്രീയവും കേരള സാഹിത്യ ലോകവും പോലും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഷയം ഇപ്പം പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടാണ്. ഈ പാട്ടിനെ കൊണ്ട് സഖാക്കൾക്ക് നിക്കക്കള്ളിയില്ലാതായപ്പോൾ എന്തിലധികം ഇന്നലെ ഹാഷ്മി പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ചോറ് തിന്നാൻ പോലും ഈ പാട്ട് തന്നെ വേണമെന്ന അവസ്ഥയാണ്. അവൻ്റെ ഒരു സുഹൃത്ത് അതിൻ്റെ ഒറിജിനൽ വെച്ച് കൊടുത്തു പോലും. അപ്പോൾ കുട്ടി പറഞ്ഞു പോലും എനിക്ക് ആ ഒറിജിനൽ വേണ്ട, എനിക്ക് മറ്റേ ഈ സഖാക്കൾ സ്വർണം കട്ടു എന്ന പാട്ട് തന്നെ വേണം, പോറ്റിയെ കേറ്റിയെ തന്നെ വെക്കൂ എന്ന് പറഞ്ഞു പോലും. ആ ഒരു പാട്ടിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കേട്ടാലും മതി വരാത്ത ഒരു സ്വാദ് എവിടെയോ ആ പാട്ടിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ ഇത്ര കണ്ട് ജനശ്രദ്ധ നേടാൻ മറ്റൊരു കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പാട്ടിനെതിരെ CPM കേസെടുത്തു, അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു, എല്ലാവർക്കും നോട്ടീസ് അയച്ചു എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ കണ്ടത്. പക്ഷെ നമ്മുടെ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. മൂത്രം ഒഴിക്കരുത് അല്ലെങ്കിൽ ഇവിടെ തുപ്പരുത് എന്ന് എഴുതി വെച്ചാൽ ബസ് സ്റ്റാൻഡിലൊക്കെ നമുക്ക് കാണാം, അവിടെ ഒരു വിഭാഗം ആളുകൾ അവിടെ തുപ്പി നിറക്കും എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഈ പോറ്റിയെ കേറ്റിയെ എന്ന സോങ്ങിന് കേസ് കൊടുത്ത് ഒതുക്കാമെന്നും മെറ്റക്കും സോഷ്യൽ മീഡിയ ചാനലുകൾക്കൊക്കെ കത്തയച്ച് മീഡിയകളിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യാമെന്ന് CPM പദ്ധതി ഇട്ടപ്പോൾ വേറെ ഒരു സോങ് ഇറങ്ങി എന്നുള്ളതാണ്. സോങ് ഒന്നിനു പിന്നാലെ മറ്റൊന്നായി പാരഡി ഗാനങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണം കട്ട പോറ്റി എന്ന് പറഞ്ഞ് മറ്റൊരു ഗാനം റിലീസായിരിക്കുന്നു. നമുക്കതൊന്ന് കേൾക്കാം. അയ്യപ്പന്റെ സ്വർണമെല്ലാം കട്ടെടുത്ത പോറ്റി, വിയൂരിലെ ജയിലിനുള്ളിൽ അഴിയെണ്ണുന്ന പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട പോറ്റി, SIT-ക്കാർ അറസ്റ്റു ചെയ്തു ജയിലിലിട്ട പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി. നല്ല സൂപ്പർ താളബോധം. അപ്പൊ അതാണ് ഈ പോറ്റിയെ കേറ്റിയൊക്കെതിരെ കേസെടുക്കുന്നത് പോലെ പാടുന്നവർക്കെതിരെയൊക്കെ സഖാക്കളെ കൊണ്ട് പാടുന്നവർക്കെതിരെയൊക്കെ കേസെടുക്കുകയാണെങ്കിൽ ഇന്നലെ ചാണ്ടിയുമ്മൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ജയിലുകൾ മതിയാകാതെ വരും CPM-ന് ഇങ്ങനെ ആളുകളെ കുത്തി നിറക്കാൻ. അത്ര കണ്ട് ആളുകൾ പാട്ടുമായും പാരഡിയുമായും പാടരുത് എന്ന് പറയുമ്പോൾ വീണ്ടും പാടിക്കൊണ്ട് വീണ്ടും സോങ് എഴുതിക്കൊണ്ട് രംഗപ്രവേശനം നടത്തുന്ന ഒരു കാഴ്ചയാണ് ഈ നമ്മുടെ പോറ്റിയെ കേറ്റിയെ എന്ന സോങ് എഴുതിയ GP കുഞ്ഞബ്ദുള്ള സാഹിബ് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ 2ാം ഭാഗം എഴുതുമെന്ന വെല്ലുവിളിയാണ് നടത്തുന്നത്. അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ UDF-ന്റെ ശക്തമായ പിന്തുണയുണ്ട്. KPCC അധ്യക്ഷൻ്റെയും അതുപോലെ പ്രതിപക്ഷ നേതാവൊക്കെ എല്ലാവിധ നിയമ സംരക്ഷണവും ഞങ്ങൾ നോക്കിക്കൊള്ളാം, കേസൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ പൂർണ്ണമായി ധൈര്യം വന്നിരിക്കുന്നു. അപ്പോൾ CPM-കാരുടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമൊന്നും ഇനി വിലപ്പോകുകയില്ല. ഈ കേസ് കൊടുത്ത ഒരു വിദ്വാനുണ്ട്, എന്തോ തിരുവാഭരണ സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് വരെ കേൾക്കാത്ത ഒരു പ്രത്യേക സമിതിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആണ് പോലും പ്രസാദ് കുഴിക്കാല എന്ന് പറയുന്ന ഒരു ഭക്തൻ ആണെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. ആ ഒരു ഭക്തനല്ലാതെ കേരളത്തിൽ വേറെ ഒരു ഭക്തനും ഈ ഒരു പാട്ട് കൊണ്ട് മാനസിക വിഷമം ഉണ്ടായിട്ടില്ല, വ്രണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് വ്രണപ്പെട്ടത് നമ്മുടെ ഈ സഖാക്കൾക്ക് മാത്രമാണ്. സഖാക്കൾക്ക് നമുക്കറിയാമല്ലോ, ഒരു മതത്തോടും വിധേയത്വമില്ലാത്ത ഒരു വ്യക്തികളാണ് ഈ സഖാക്കൾ എന്ന് പറയുന്നത്. പക്ഷെ അവർക്കിപ്പോൾ അയ്യപ്പനോട് വല്ലാത്ത സ്നേഹം പെട്ടെന്ന് 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ ഇലക്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ തോറ്റതിന് ശേഷം
ഈ പാട്ടും കൂടി കേൾക്കുമ്പോൾ നിയമസഭാ ഇലക്ഷൻ ഓർമ്മ വരുന്ന സമയത്ത് അവർക്ക് ഈ അയ്യപ്പനോട് വല്ലാത്ത സ്നേഹം തോന്നിയിരിക്കുന്നു. അതുകൊണ്ട് അയ്യപ്പ എന്ന വിളി ഉള്ള ഈ സോങ് ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ എടുത്തു മാറ്റാനുള്ള തന്ത്രപ്പാടിനൊടുവിലാണ് അവർ ഉള്ളത്. അതിനിടക്കാണ് ഒന്നിനു പിറകെ മറ്റൊന്നായി പാട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നാം കാണുന്നത്. ഇങ്ങനെയാണെങ്കിൽ പോറ്റിയെ കേറ്റിയെ സോങ് ഇനിയും വരാനാണ് സാധ്യത. നോക്കി തന്നെ കാണേണ്ടി വരും. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.